കാണാൻ സൗന്ദര്യമില്ലെങ്കിലും ഈ ഒരു മുട്ട ബജി ഉണ്ടല്ലോ വളരെ വലിയ ടേസ്റ്റാണ്. നമുക്ക് ഒരു കപ്പ് നമ്മുടെ കടലമാവിൻ്റെ പൊടി വേണം. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടുണ്ടല്ലോ, അത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വെള്ളം ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് ഇളക്കേണ്ടതാണ്. നല്ല ഒരു പരുവത്തിൽ കാണാം. അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനുമായിട്ട് പാടില്ല. ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് നമ്മുടെ മുട്ട ബജിയുടെ ആ ഒരു ബാറ്റർ തയ്യാറായി കിട്ടേണ്ടതാണ്. ഇനി മുട്ട പകുതിയായി മുറിച്ചിട്ട് ഇതിലേക്ക് മുക്കി നമുക്ക് പൊരിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് നമുക്ക് എടുക്കാം. നിങ്ങൾ ആ ചീനിച്ചട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കല്ലേ, കുറേ നാൾ പഴക്കം ചെന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോ മുട്ട ബജിയും ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട ബജി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മിൻ ചട്നിയും കൂട്ടി കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസുമായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ ഒരു മീഡിയം സവാളയും ഒരു തക്കാളിക്കായും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് അരച്ചൊരു ചട്നി ഉണ്ടാക്കി അതിനൂടെ